നടി ഹണി റോസിനെ സോഷ്യൽ മീഡിയയിൽ അപമാനിച്ച ഒരാൾ അറസ്റ്റിൽ. പിടിയിലായത് എറണാകുളം പനങ്ങാട് നിന്ന്. അശ്ലീല കമന്റിട്ട 30 പേർക്കെതിരെ കേസെടുത്തു. നടപടി IT വകുപ്പടക്കം ചുമത്തി. കൊല്ലം സ്വദേശി ജിതിനെ കുടുക്കിയ സൈബർ തട്ടിപ്പിൽ പുറത്തുവരുന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ. 5 വർഷം മുമ്പ് ഉപേക്ഷ സിം കാർഡ് വഴി നടത്തിയത് 3 കോടിയുടെ തട്ടിപ്പ്. തൃശൂരിലെ ട്രേഡിംഗ് കമ്പനി അക്കൗണ്ടിലേക്ക് പണമെത്തിയത് 3 ആഴ്ച കൊണ്ട്. അനിൽകുമാർ എന്നയാൾ തുക മുഴുവൻ കൈക്കലാക്കിയെന്ന് കമ്പനി ഉടമകൾ. ന്യൂസ് 18 ഫോളോ അപ്പ്. ന്യൂസ് 18 വാർത്ത സ്ഥിരീകരിച്ച് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ. തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാൻ മുതിർന്ന നേതാക്കൾ കളത്തിലിറങ്ങും. കേരളത്തിലെ എല്ലാ മുതിർന്ന നേതാക്കളും ഈ തെരഞ്ഞെടുപ്പിൽ സജീവമായിട്ടുണ്ടാകും. ആരൊക്കെ സ്ഥാനാർത്ഥിയാകണം എന്നുള്ളത് സമയമാകുമ്പോൾ തീരുമാനിക്കും. അന്തിമ തീരുമാനമെടുക്കേണ്ടത് കേന്ദ്ര നേതൃത്വമെന്നും മുരളീധരൻ. ഇത് തന്നെ നമ്മുടെ വിനായകൻ ചേട്ടൻ പറഞ്ഞ എങ്ങനെ ഇരിക്കും? ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? ചിലയിടത്ത് ചാരം, ചിലയിടത്ത് പുക, അസിംഗപ്പെടുത്തുക, ഇൻസൾട്ട് പண்ற മനസ്സിലായോ? സംസ്ഥാന സ്കൂൾ കലോത്സവം ഇന്ന് 3ാം ദിനം. കണ്ണൂർ, തൃശൂർ, കോഴിക്കോട് ജില്ലകൾ തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം.